ശ്രീ ടി മുഹമ്മദ് വേളം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹഗാത്രത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു വിഷമുണ്ട്. ആ വിഷം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല, പക്ഷേ അനുഭവിച്ചറിയാൻ കഴിയും. ഓരോ സാമൂഹിക ജീവിക്കും അനുഭവിച്ചറിയാൻ കഴിയും. ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും മുനമ്പംകാർക്ക് നീതി ലഭിച്ചാൽ പോലും ആ വിഷം ഇറങ്ങാൻ സമയമെടുക്കും. അതിന് ഒരു കളക്റ്റീവായിട്ടുള്ള ബോധപൂർവമായ ഇടപെടൽ ആവശ്യമല്ലേ? ജിംസെ, തീർച്ചയായിട്ടും ഈ മയക്കുമരുന്നുകൾ പ്രവർത്തിക്കുന്ന പോലെയാണ് ഈ ഹെയ്റ്റ് മനുഷ്യരിൽ പ്രവർത്തിക്കുക. തലച്ചോറിലെ യുക്തിബോധത്തെ ഓഫാക്കി കളയുകയാണ് യഥാർത്ഥത്തിൽ ഈ ഹെയ്റ്റ് ചെയ്യുന്നത്. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ അതൊരു ഭരണകൂടം തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ബാബരി മസ്ജിദ് തകർക്കാൻ അവർക്ക് രഥയാത്ര വേണമായിരുന്നു, കലാപങ്ങൾ വേണമായിരുന്നു, ആയിരക്കണക്കിന് ആളുകളെ കൊല്ലേണ്ടതുണ്ടായിരുന്നു, വലിയ അധ്വാനം ചെലവഴിച്ചുള്ള ക്യാമ്പയിനുകൾ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല. കാരണം ഇത് ഭരണകൂടമായി മാറിയിരിക്കുന്നു. ഭരണകൂട നടപടികളിലൂടെ, നിയമ നടപടികളിലൂടെ അവരിതേ അജണ്ട നടപ്പിലാക്കുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ യുക്തിബോധത്തെ, സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിച്ചും അതിനെ ചില ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ അതിനെ ഓഫ് ചെയ്ത് ആണ് നമ്മളുടെ ഡിവൈസിൽ ചില കാര്യമൊക്കെ ഓഫ് ചെയ്തിടാറില്ലേ? ഇതുപോലെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കേണ്ടതില്ല. അവിടെ ഹെയ്റ്റ്, നിരന്തരമായ ഹെയ്റ്റ് സ്പീച്ചുകൾ, അവിടെ പറയുന്ന ഒരു യുക്തിയുമില്ലാത്ത, ഇപ്പോൾ മുസ്ലിം ചെറുപ്പക്കാർ ക്രിസ്ത്യൻ, ഹിന്ദു പെൺകുട്ടികളെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. എന്ത് യുക്തിയാണ് അതിനുള്ളത്? ഇവിടുത്തെ ഒരുപാട് ഏജൻസികൾ പറഞ്ഞു അതില്ല എന്ന്. പക്ഷെ എന്നാൽ പോലും അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ യുക്തികൾ ആലോചിച്ച് നോക്കിയേ. പറയപ്പെടുന്ന സമുദായങ്ങളിലെ ആൺകുട്ടികളൊക്കെ എന്തെടുക്കുകയാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്നും ആ സമുദായത്തിലെ പെൺകുട്ടികൾക്കൊരു വിശ്വാസവുമില്ല. ഇങ്ങനെ ഇതിനെ യുക്തിപരമായിട്ട് ആലോചിച്ചാൽ ഇത് ഓരോന്നും ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത്, തകർന്നു പോകുന്നത് കാണാൻ കഴിയും. അപ്പം മനുഷ്യരുടെ ഒരു സാമാന്യ ബുദ്ധിയെയും യുക്തിബോധത്തെയും ഒക്കെ ഉണർത്തിക്കൊണ്ട്, ഇത് ഏതെങ്കിലും ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ഇത് നമ്മൾ മനുഷ്യരോട് അവരുടെ സാമാന്യ ബോധത്തെ മുൻനിർത്തിക്കൊണ്ട് നിരന്തരമായി സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. പണ്ട് മാർക്കണ്ഡേയൊക്കെ അടിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ജർമ്മനിയിൽ ഈ നാസികൾ ജൂതന്മാർക്കെതിരെ, അവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെപ്പോലെ തന്നെ വംശീയവും മതപരവുമായ ന്യൂനപക്ഷമായ ജൂതന്മാർക്കെതിരെ ഹോളോകാസ്റ്റ് നടത്തിയതിനെ കുറിച്ച് മാർക്കണ്ഡേ കടിച്ചു പറയുന്നുണ്ട്. 60-70 ലക്ഷം മനുഷ്യരെ അങ്ങനെ ചെയ്തത് ജർമ്മൻ ജനതയുടെ കൺസെൻറ്റോടുകൂടിയാണ്. ജർമ്മൻകാർ അത്ര മോശക്കാരൊന്നും ആയിരുന്നില്ല. കടിച്ചു അത് പറയുന്നുണ്ട്. പരിഷ്കൃതമായൊരു കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ, അതും പടിഞ്ഞാറൻ യൂറോപ്പിൽ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള പ്രമുഖരായ ഒരുപാട് തത്വചിന്തകന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഐൻസ്റ്റീനൊക്കെ പോലുള്ള ശാസ്ത്രകാരന്മാർക്കുമൊക്കെ ജന്മം നൽകിയ ഒരു നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. ആ ജനതയുടെ അറിവോടുകൂടിയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഒരു കൗണ്ടർ പ്രവർത്തനം, എന്തുകൊണ്ട് ഒരു മാസ് ഹിസ്റ്റീരിയക്ക് ജനങ്ങളെ, ജൂതന്മാർക്കെതിരായിട്ട് ഒരു മാസ് ഹിസ്റ്റീരിയക്ക് ജനങ്ങളെ വിധേയമാക്കുകയാണ്. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ജൂതന്മാരാണ്, ജൂതന്മാർ ജർമ്മനി കീഴടക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള നിരന്തര പ്രചരണത്തിലൂടെ ഒരു മാസ് ഹിസ്റ്റീരിയക്ക് അവരെ വിധേയരാക്കുകയാണ്. ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ: തിരിച്ചും പ്രവർത്തിക്കുക, നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ യുക്തിരാഹിത്യം മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയിൽ, യുക്തിബോധത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതൊരർത്ഥത്തിൽ ഒരു ധർമ്മയുദ്ധമാണ്. അപ്പോൾ മറുഭാഗത്തിന് ഇന്ന് വലിയ ശക്തിയുണ്ട്, അവർ ഭരണകൂടമായി മാറിയിരിക്കുന്നു. അപ്പോൾ നിരന്തരം നമ്മൾ ഈ ധർമ്മം, ഈ യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നത് ഇതിന്റെ മുമ്പിലുള്ള ഒരർത്ഥത്തിലുള്ള ഒരു സന്ദേശ പ്രചാരണമോ പ്രൊപ്പഗൻഡയോ വിദ്വേഷ പ്രചാരണമോ ഒക്കെ കൂടിയാണ്. അങ്ങനെ ഒരു കളക്റ്റീവായി അതിനെ കാണണം എന്നാണ് ടി മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നത്.